മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനത്തിൽ ആവശ്യമെങ്കിൽ പുനരാലോചന നടത്താൻ തയ്യാറാണെന്ന് SDPI. നിലവിൽ മത്സരരംഗവുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനെ തള്ളിക്കളയുന്നില്ലെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് വ്യക്തമാക്കി. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോയാൽ SDPIക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ ഇടമുണ്ടാകില്ലെന്നും ബംഗ്ലാദേശിൽ പോയി മത്സരിക്കേണ്ടി വരുമെന്നും BJP ശക്തമായ സാന്നിധ്യമുള്ള പാർട്ടിയാണെന്നും ഇത്തവണ കേരളത്തിൽ 45 മണ്ഡലങ്ങളിൽ SDPI മത്സരിക്കുന്നുണ്ടെന്നും മികച്ച വോട്ട് വിഹിതം നേടാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥിക്ക് സമാനമായ പേരുള്ള വ്യക്തിയെ നിർത്തിയത് അപരനായല്ലെന്നും സ്ഥാനാർത്ഥിയായ KM അഷ്റഫ് എന്ന് പറയുന്ന അഷ്റഫ് ബഡാജി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച വ്യക്തിയുമാണ്. മുസ്ലിം സംഘടനകളിൽ നിന്നടക്കം ഉയരുന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ മണ്ഡലത്തിലെ പൾസറിയുന്ന വ്യക്തി എന്ന നിലയിലാണ് അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും CPA ലത്തീഫ് വ്യക്തമാക്കി. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനരാലോചനയ്ക്ക് സമയമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ തീരുമാനിച്ചില്ല. നിലവിലുള്ള തീരുമാനം ജനരംഗത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു തീരുമാനത്തെ പുനരാലോചിക്കൂല എന്ന് തീർത്ത് പറയാനും പറ്റുന്നില്ല. അതാവശ്യമാണെങ്കിൽ പുനരാലോചന നടത്തുന്നതിനും സന്നദ്ധമാണ്. പക്ഷെ നമ്മൾ BJP വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ SDPക്ക് മത്സരിക്കാൻ ബംഗ്ലാദേശിൽ പോകേണ്ടി. കാരണം അതേ രാജ്യത്ത് ഇപ്പോൾ പിന്നെ എല്ലായിടങ്ങളിലും BJPക്ക് നല്ല സാന്നിധ്യമുണ്ട്. BJP മത്സരരംഗത്ത് വളരെ വിജയസാധ്യത ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അവർ വിജയസാധ്യത മാത്രം നോക്കി നമ്മൾ മത്സരിക്കാൻ നടന്നാൽ ഇന്ത്യയിൽ മത്സരിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ നമുക്കറിയാമല്ലോ 30 സീറ്റുകളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺസ് പരിശോധിച്ചാൽ 11 സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്താണ്. കണക്കുകളുണ്ടല്ലോ, നമുക്ക് ഏറ്റവും നോക്കിയാൽ ജസ്റ്റ് കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ ചാറ്റ് പോലുള്ള ചാറ്റ് ബോർഡിൽ നടത്താൻ കിട്ടും. BJPയുടെ മണ്ഡലം ചോദിച്ചാൽ ഒറ്റയ്ക്ക് പേരും വരും വോട്ടും വരും. നമുക്ക് എല്ലാവർക്കും അറിയാം 11 സീറ്റുകളും BJP കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ്. BJPയെ സഹായിക്കാനാണ് SDPI സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് നിർത്തുന്നതെന്ന വിമർശനങ്ങൾക്കിടയിലാണ് പുനരാലോചനയ്ക്ക് തയ്യാറാണെന്ന പ്രതികരണം SDPI സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്നത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.